എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ധനുരാശിയെ പറ്റി ആലോചിക്കാം. ധനുരാശി എന്ന് പറയുന്നത് ഗുരു ഭഗവാന്റെ ഒരു രാശിയാണ്. അത് പിന്നെ ഒരു ഉഭയരാശിയാണ്, ഒരു തീയുടെ രാശിയാണ് അല്ലേ. മെഡിക്കൽ അസ്ട്രോളജിയിൽ പറഞ്ഞാൽ നമ്മുടെ തുടയുടെ ഭാഗമാണ് ധനുരാശി. അതായത് കാലപുരുഷൻ്റെ തുടയുടെ ഭാഗമാണ് ധനുരാശി. ഈ ധനുരാശിയിൽ പ്രത്യേകിച്ച് മൂലം നക്ഷത്രം, പിന്നെന്തൊക്കെയാണുള്ളത്? മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ 15 നാഴിക എന്നീ ചേർന്ന ധനുരാശിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഒരു ഗുരുവിൻ്റെ സ്വഭാവമെന്ന് പറയാം. വളരെ അധികം കൂടുതൽ ആരോടും ഉപദ്രവം ഉണ്ടാക്കാതെ അതൊരു സൗമ്യമായിട്ടുള്ള എന്നാൽ വളരെ രാജഗംഭീരമായ ഒരു അവസ്ഥയായിരിക്കും എന്ന് പറയാം ഇതിൻ്റെ ധനുരാശിയുടെ. എന്നാൽ ഇതിലുള്ള 3 നക്ഷത്രങ്ങൾ, അതായത് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് കേതുവിൻ്റെ സ്വഭാവം, കേതുവാണ്. എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നക്ഷത്രമാണ് മൂലം. അതുമാത്രമല്ല, മൂലത്തിൻ്റെ രഹസ്യം, മൂലം എന്നുള്ളതിൻ്റെ അർത്ഥം എന്തുവാ? ആദ്യത്തേത് ഏറ്റവും ആ ബിന്ദു, ആ ഡോട്ടല്ലേ, അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങിയെന്ന് നമുക്ക് പറയാം. ശരിയാണ് സുഹൃത്തുക്കളെ. അതായത് അസ്ട്രോളജിയിൽ ഒരു കാലത്ത് മൂലം നക്ഷത്രത്തിനെ പറ്റി അങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നീടാണ് പലതരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ്സും ഇതുണ്ടായി അശ്വതി, കേതുവിൻ്റെ വേറൊരു നക്ഷത്രമായ അശ്വതിക്ക് ആ ഭരണം ഏൽപ്പിച്ചത്, തുടക്കത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വതി, മകം, മൂലം, ഇത് 3 കേതുവിൻ്റെ നക്ഷത്രങ്ങളാണ്. ഇവരാണ് ശരിക്കും പിന്നെ ആരുടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാം. ഒരാളുടെ ജന്മത്തിൻ്റെ സ്വഭാവവും അടുത്ത ജന്മത്തിൽ അവരെന്താകാൻ പോകുന്നു അല്ലെങ്കിൽ എന്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റാർ അസ്ട്രോളജി പ്രകാരം, നക്ഷത്ര അസ്ട്രോളജി പ്രകാരം ജസ്റ്റ് കേതുവിൻ്റെ നക്ഷത്രങ്ങൾ നോക്കിയാലേ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുമെന്നാണ് പറയുന്നത്. അത് പിടികിട്ടുന്നുണ്ട്. നമ്മുടെ ജാതകം അനലൈസ് ചെയ്യുമ്പോഴേ ഈ മൂലം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ഒരു ഗ്രഹം ഉണ്ടെന്ന്, ഒരു ഗ്രഹമോ ലഗ്നമോ ഉണ്ടെന്ന് വെച്ചോളുക. അതിനെ നമ്മൾ തീർച്ചയായിട്ടും പറയും ഗുരുശാപമുള്ള ജാതകമാണെന്ന്. കാരണം ആ ഒരു ജാതകത്തിൽ പൊതുവേ വന്ന ഒരു ഇരുണ്ട അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളും കേസരി യോഗങ്ങളും എന്ന് വേണ്ട എല്ലാ യോഗങ്ങളും ഉണ്ടെങ്കിലും ഒന്നും നടക്കാത്തൊരവസ്ഥ, എന്തോ ഒന്ന് വന്നിട്ട് ഒരു ബാഡായിട്ട് കവർ ചെയ്യുന്ന മാതിരി ഒരു തോന്നൽ, ഒരു മാനസിക ഉൾഭയം, ഇതൊക്കെ സാധാരണ ഈ ഗണ്ഡാന്ത നക്ഷത്രങ്ങൾ, അതായത് ഗണ്ഡാന്ത ദോഷങ്ങൾ കാണിക്കും. അതായത് അശ്വതി, മകം, മൂലം ഒന്നിലുള്ള പാദങ്ങളിലുള്ള ഗ്രഹങ്ങളും ആയില്യം, കേട്ട, രേവതി 4-ാം പാദത്തിലുള്ള ഗ്രഹങ്ങളുമൊക്കെ ഈ ഗണ്ഡാന്ത ദോഷങ്ങളെയാണ് കാണിക്കുന്നത്. ഞാൻ ഏത് വീഡിയോയിലും ഞാൻ ഈ ഗണ്ഡാന്ത ദോഷങ്ങളെപ്പറ്റി പറയുകയാണ്, തിരിച്ചും പറയുകയാണ്. എന്താണെന്നറിയാമോ? അത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ. നമ്മൾ പിന്നെ ഒക്കെ 1-2 കാര്യങ്ങളിലൊക്കെ പരിഹാരം ചെയ്ത് നോക്കി, പരിഹാരമൊന്നും ചെയ്തിട്ട് വർക്കാവുന്നില്ല. ജാതകവും നമ്മുടെ ഇപ്പോൾ പ്രിൻ്റ് ഔട്ടാണല്ലോ എല്ലായിടത്തും, പ്രിൻ്റ് ഔട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു, എന്തൊക്കെയോ യോഗങ്ങളുണ്ടെന്നൊക്കെ എഴുതിയിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ജീവിതം വളരെ ദയനീയാവസ്ഥയിലാണ്. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ ജ്യോതിഷമെല്ലാം തെറ്റാണോ? അതുകൊണ്ടാണോ ഇതൊക്കെ ഇങ്ങനെ ആകുന്നത്? ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. അടിച്ചു പറയാം, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജാതകത്തിൽ ഉള്ള ചെറിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഗോചര രീതിയിലുള്ള മാറ്റങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. അതൊന്നും വലുതായിട്ടൊന്നും ആരെയും ബാധിക്കില്ല. ചെറിയ രീതിയിൽ ബാധിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ബാധകാധിപതിയുടെ ദശാകാലത്തോ അല്ലെങ്കിൽ മാരകാധിപതിയുടെ ദശാകാലത്തോ ഒക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ പറയുക. അതുപോലെ ഇഷ്ടബലം കുറവായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലത്തോ അല്ലെങ്കിൽ ഗോചരകാലത്തോ അതുപോലെ കഷ്ടബലം കൂടുതലായിട്ടുള്ളിടത്തോ
ഇതൊക്കെ ജീവിതത്തിൽ കുറച്ചൊക്കെ അനുഭവിക്കുന്നതാണ്. പക്ഷേ എല്ലാം ടോട്ടലായിട്ട് ഒരാളുടെ ജീവിതം ആദ്യം മുതൽ അന്ത്യം വരെ ടോട്ടലായിട്ടേ ഒരു വല്ലാത്ത നെഗറ്റീവ് അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അതിലൊന്നിൽ ദേവതാശാപം ഉണ്ടായിരിക്കും, അല്ലേ പിതൃശാപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗുരുശാപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിധവാശാപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗർഭിണി ശാപം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കന്നിശാപം ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ, ഇതൊരു ലിസ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതെല്ലാം എപ്പോൾ പറഞ്ഞാലും ഈ ശാപത്തെപ്പറ്റി പറയുന്നത് എന്തിനാണെന്നറിയോ? എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതുള്ളവർക്ക് മറ്റ് ജാതകങ്ങളിലുള്ള ഏത് യോഗാവസ്ഥയും നമുക്ക് കിട്ടില്ല സുഹൃത്തുക്കളെ, ഉറപ്പാണ്. ഇത് അനുഭവകഥകളാണ് ഞാനീ പറയുന്നത്, അല്ലാതെ ചുമ്മാ പുസ്തകത്തിൽ വായിച്ചിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അനുഭവങ്ങൾ കൊണ്ട്, ജാതകത്തിനുള്ള അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. കാരണം ഇത് മനസ്സിലാക്കാൻ ഞാനും കുറച്ച് നാൾ ലേറ്റായിപ്പോയി, സത്യം പറയാമല്ലോ. കുറച്ച് നാൾ വളരെ ലേറ്റായിപ്പോയി എന്ന് തന്നെ പറയാം. എന്നാൽ ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ, ഇതാണെന്ന്. ഞാൻ ജാതകം നോക്കുമ്പോൾ സാധാരണഗതിയിൽ കൂടുതൽ ഇതിനെപ്പറ്റിയൊന്നും നോക്കില്ല, സത്യം പറയാമല്ലോ. ഗുരുഭാവത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ശനിയുടെ ഗോചരാവസ്ഥയെ പറ്റിയോ ഇപ്പോഴത്തെ ഈ അവസ്ഥയെപ്പറ്റിയോ ഒന്നും നോക്കില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മളുടെ ജീവിതം എങ്ങനെ പോകുന്നു, നമുക്ക് എന്താ ജീവിക്കാൻ പോകുന്നത്, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ നടക്കുമെന്നൊക്കെ നമ്മൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചിലപ്പോൾ പറയാം അടുത്തതാണ് ഗുരുദശ വരുന്നു, സൂപ്പറായിട്ടുണ്ടാവും, നമ്മൾ 9ാം ഭാവാധിപതിയായിട്ടുള്ള ഗുരുവാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഈ അവസ്ഥകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലൊരു വലിയ കുഴിയുണ്ട് ജീവിതത്തിൻ്റെ മുൻവശത്ത്, അത് മുന്നോട്ട് അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കവർ ചെയ്യാതെ ആ റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പലകയെങ്കിലും വിട്ട് അതിനെ ക്രോസ് ചെയ്യാനുള്ള ഒരിതുണ്ടല്ലോ. അത് തന്നെയാണ് ജ്യോതിഷവും പറയുന്നത്. നിങ്ങൾ അതിന് പരിഹാരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറി. പരിഹാരം എന്ന് പറയുന്നതിന് എന്താ, ഒരു പ്രായശ്ചിത്തം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും, നന്നായിട്ട് രീതിയിൽ പോകും. സുഹൃത്തുക്കളെ, പലതും കണ്ടിട്ടുണ്ട്. നമ്മുടെ ദാമ്പത്യ കലഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പല കുടുംബങ്ങളിലും അത് വളരെ കുറച്ച് മാത്രം കുടുംബങ്ങൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തേക്ക് നോക്കുക, നമ്മുടെ പുതിയ ജനറേഷനിലേക്കൊക്കെ വന്ന് നോക്കുക, ഒത്തിരി പഴയ പോലൊന്നും അല്ല, വളരെ വളരെ കൂടുതലാണ് ഇതിൻ്റെയൊക്കെ അളവ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? അതുപോലെ കുഞ്ഞുങ്ങളില്ലായ്മ, എത്രയോ എടുത്ത് ഇപ്പോൾ ഇൻഫെർട്ടാലിറ്റി ക്ലിനിക്കാണ് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്നതെന്ന് പറയാം. ഒരു 50 ലക്ഷം 100 ലക്ഷമൊക്കെ 1 കോടിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള കഴിവുള്ളവർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിൽ ഒരു 40% പേര് സക്സസ് ആകുന്നു, 60% പേര് സക്സസ് ആകുന്നില്ല. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ട് ആകുന്നില്ല? ഇതേ മനുഷ്യൻ തന്നെയല്ലേ പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ പിതൃക്കളും നമ്മുടെ മുന്നോട്ടുള്ളവർക്ക് അല്ലേ, അവർക്ക് എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കില്ല. എന്താ മെഡിക്കൽ കാലത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്കാട്ടി എത്ര ഡെവലപ്പായിട്ടുണ്ട്, എന്തെല്ലാം സൊഫസ്റ്റിക്കേറ്റഡ് മെഷീനറീസ് വന്നിട്ടുണ്ട്, എത്ര പുതിയ കാര്യങ്ങൾ ദിവസവും കണ്ടുപിടിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിന് കണ്ടുപിടിക്കുക സൊല്യൂഷൻ കിട്ടുന്നില്ല? എന്നാൽ അങ്ങനെ എത്ര കഴിവുണ്ടായിരുന്നെങ്കിൽ അന്നത്തെക്കാട്ടിലിപ്പം വന്നിട്ട് ജനനിരക്ക് കൂടുകയല്ല ചെയ്യേണ്ടേ. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഒന്ന് ആലോചിക്കേ. ചുമ്മാ നമ്മളെ എല്ലാത്തിനും പുറകെ ഓടുന്നതിന് മുമ്പേ എന്താണ് അതിൻ്റെ രഹസ്യം എന്നൊന്ന് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ രഹസ്യം വന്നിട്ട് നമ്മുടെ ഈ അടുത്ത ജനറേഷനുകൾ കവർ ചെയ്യുന്നതോറും, അതായത് ഈ ഇപ്പോൾ കലിയുഗമാണെന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജനറേഷൻ മുന്നോട്ട് പോകും തോറും പാപാവസ്ഥ വന്നിട്ട് ആ ആത്മാവിനെ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാത്മാവ് ജനിച്ച് പല ജനറേഷനിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദോഷങ്ങൾ കുറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, കൂടുതലാണ് ഓരോരുത്തരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും പലതരത്തിൽ പല വേഷത്തിലുണ്ടാക്കുന്നുണ്ട്. ചിലർ പണത്തിൻ്റെ വേഷത്തിൽ, ചിലർ സമ്പത്തിൻ്റെ വേഷത്തിൽ, ചിലർ അഹങ്കാരത്തിൻ്റെ വേഷത്തിൽ, ചിലർ ജ്ഞാനന്തുള്ള ആ അഹന്തയുടെ വേഷത്തിലൊക്കെ പൈസ ഈ പാപങ്ങളെ വന്നിച്ച് കെട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ പുറകിൽ ഇങ്ങനെ ഓരോ ബാഗേജായിട്ട് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബാഗേജ് കൂടുതലായിട്ടാണ് അടുത്ത ജന്മത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ അവസ്ഥയിൽ വരുമ്പോൾ എന്താകുന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന ജാതകങ്ങളിൽ വളരെ എനിക്ക് ഒരുപക്ഷെ ദോഷങ്ങൾ കൂടുതലുള്ള ജാതകങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ കാണുന്നത്
വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥകളാണ്. ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഗണ്ടാന്ത ശാപങ്ങളാണ് കാണുന്നത്. ഈ ഗണ്ടാന്ത ശാപങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നിലത് കുഞ്ഞുങ്ങളെ ബാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വിവാഹത്തെ ബാധിക്കും. ഇതൊന്നും അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും ബാധിപ്പുണ്ടാവും. മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ശരിക്കും കുടിക്കാൻ പറ്റാതെ അതായത് പലതും കേട്ടിട്ടില്ലേ, ഉടമസ്ഥൻ വന്നിട്ട് ഒരു ഇഡ്ഡലി തിന്നുമ്പം അദ്ദേഹത്തിൻ്റെ പരിചാരകൻ വന്നിട്ട് 10 ഇഡ്ഡലി അദ്ദേഹത്തിന് മുമ്പേ ഇത് കഴിക്കാൻ പറ്റും. കാരണം ഈ ഒരു ഇഡ്ഡലി കൂടുതൽ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. എന്നും നമ്മൾ ഒരേ അവസ്ഥയിൽ പോകരുത്. പിന്നെ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾ തോറും നടക്കുന്നതിനെക്കാട്ടിലുപരി ആദ്യം ആ ജാതകത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുക. ചിലതൊക്കെ ഉണ്ട്, ചില തരത്തിലുള്ള സുഹൃത്തുക്കളെ ദേവതാശാപം മാതിരിയുള്ള ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിലെ എന്താ പറയുക, മേലെ വരെ കയറിയിട്ട് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെടും. ഒരു കാരാഗ്രഹ അവസ്ഥ ജീവിതത്തിലുണ്ടാകും, ഒറ്റപ്പെട്ട അവസ്ഥ ജീവിതത്തിലുണ്ടാകും. ഇതിനൊക്കെ മെയിനായിട്ട് കാരണം ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ജാതകങ്ങളിൽ 70 മുതൽ 80% ദേവതാശാപമാണ് കാരണം. സിമ്പിൾ സൊല്യൂഷൻസാണ് കേട്ടോ. ഇതൊന്നും വലിയ കോടിക്കണക്കിന് രൂപയോ ലക്ഷക്കണക്കിന് രൂപയോ ചിലവാക്കിയാണ് നമുക്കതിന് പരിഹാരം കാണേണ്ടത് വെച്ചാൽ അല്ല, അങ്ങനെയൊന്നും ഇല്ല. പരിഹാരം കാണേണ്ടത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ പോയിട്ട്, ഇപ്പോൾ ഞാൻ ദേവതാശാപത്തിൽ തന്നെ പറയാം, അതിനുള്ള ക്ഷേത്രം വന്ന് പ്രളയകാളേശ്വര ക്ഷേത്രം പെണ്ണാടം എന്നുള്ള അതായത് തമിഴ്നാട്ടിലുള്ള പെണ്ണാടം ക്ഷേത്രത്തിലുള്ള പ്രളയകാളേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള നക്ഷത്രത്തിൽ അവിടെ പോയി പരിഹാരം കണ്ടു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ അതിൻ്റെ ശക്തി കുറയാൻ തുടങ്ങും. ഇപ്പോൾ ഒരു പക്ഷേ അത് ആ ഒരു എഫക്റ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ ജാതകം ഒരു നല്ല അസ്ട്രോളജറെ കൊണ്ട് നോക്കിച്ചിട്ട് ഇതൊക്കെയാണ് പരിഹാരങ്ങൾ, ഇതൊക്കെയുണ്ട് ദോഷങ്ങൾ, നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഗണ്ടാന്ത ദോഷങ്ങളുണ്ട്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടേ നമ്മളതിനുള്ള പരിഹാരങ്ങൾ കണ്ടാൽ ഒരു പരിധി വരയ്ക്കും നമ്മുടെ ദോഷങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നോക്കില്ല. അതാണ് കാരണം, നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ അത് കണ്ടുപിടിക്കുക? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജാതകങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതിനെക്കാട്ടിൽ ഞാനിപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ശനി ഭഗവാന്റെ ഓരോ അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. ശനി ഭഗവാൻ ഇനിയിപ്പം പിന്നെ എന്താ പറയുന്നത്, ധനുവിൻ്റെ 4ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. അത് അർത്ഥാഷ്ടമ ശനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ സംഭവിക്കും എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ള അലച്ചിലുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കും. എന്നാലും മെയിനായിട്ട് നിങ്ങളുടെ ജാതകം നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അവസ്ഥ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ദോഷങ്ങളുണ്ടെങ്കിലുണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം യൂഷ്വലായിട്ടുള്ള ഗോചരാവസ്ഥയിൽ ശനി ഭഗവാൻ 4ലേക്ക് പോകുന്നു. നമുക്കത് ശനിയാഴ്ച രാവിലെ പോയിട്ട് നീരാഞ്ജനം ചെയ്യാം, 8 ഇടാം, അതുപോലെ ചെരുപ്പിലാഘോഷം നടന്നു നോക്കാം, ശിവന് അഭിഷേകങ്ങൾ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് നമുക്ക് അതിൻ്റെ ശക്തി കുറയ്ക്കാം, അത് ഉള്ള ദോഷത്തിൻ്റെ ശക്തി കുറയ്ക്കാം. പക്ഷെ അപ്പോഴും മെയിനായിട്ടുള്ള ദോഷങ്ങൾ മാറ്റണം സുഹൃത്തുക്കളെ, അതാണ് മുഖ്യം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഈ വീഡിയോ ചുരുക്കുന്നു. നമുക്ക് അടുത്ത രാശിയെപ്പറ്റി നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, ആവശ്യമുള്ളതാണ്. ദയവേത് ചെയ്തു തന്നാലും. താങ്ക് യു.